നമസ്കാരം. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന്റെ ആഘോഷാരവങ്ങൾ അടങ്ങി വരുന്നതേയുള്ളൂ. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് കാരണമുണ്ടാകുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ മൂലം പല വിവാഹങ്ങളും മാറ്റിവെക്കേണ്ടി വന്നതായുള്ള പ്രചാരണം നടന്നിരുന്നു. എന്നാൽ മറ്റുള്ള വിവാഹ പാർട്ടിക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന 10 വിവാഹ സംഘങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം മാറ്റിവെച്ചതൊഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ ഭംഗിയായി നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിനോട് ബന്ധപ്പെടുത്തി പല വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കൃത്യമായ ആസൂത്രണത്തോടെയാണ് മകളുടെ വിവാഹം നിശ്ചയിച്ചതെന്നും ആ ചടങ്ങിൽ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചത് എന്നുമാണ് ഒരു വിമർശനം. അതൊരു പക്ഷേ ശരിയായിരിക്കാം. കാരണം സ്ഥാനാർത്ഥി പട്ടിക വരാനിരിക്കുന്നതേയുള്ളൂ. ഈ മാസം അവസാനത്തോടു കൂടിയോ അടുത്ത മാസം ആദ്യത്തെ ആഴ്ചയോടുകൂടിയോ സ്ഥാനാർത്ഥി പട്ടിക വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് NDA സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞതുമാണ്. അങ്ങനെ എന്തെങ്കിലും കണക്കുകൂട്ടലോടുകൂടിയാണ് മകളുടെ വിവാഹം ഈ ഒരു അവസരത്തിൽ ഗുരുവായൂരിൽ വെച്ചു തന്നെ നടത്തിയതെന്നും അതിൽ പ്രധാനമന്ത്രി പങ്കെടുത്തത് എന്നതുമൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരിക്കാം. അക്കാര്യത്തിൽ സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്താനും കഴിയില്ല. പക്ഷേ ഈ വിവാഹ മാമാങ്കം സുരേഷ് ഗോപിക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നാണ് BJPയിലെ തന്നെ ഒരു വിഭാഗം പറയുന്നത്. തൃശ്ശൂരിലെ കൗൺസിലർമാർ തുടങ്ങി താഴെത്തട്ടിലുള്ള പല BJP നേതാക്കൾക്കും വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് വലിയ തരത്തിലുള്ള അമർഷത്തിന് കാരണമായെന്നും പറയപ്പെടുന്നു. പ്രധാനമന്ത്രിയെപ്പോലെ ഒരു ഉന്നത വ്യക്തി പങ്കെടുക്കുന്ന ചടങ്ങിൽ എല്ലാവരെയും ക്ഷണിക്കുക എന്നത് അപ്രായോഗികം തന്നെയാണ്. പക്ഷേ ക്ഷണം കിട്ടാത്തവരാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒപ്പം നിൽക്കേണ്ടത് എന്നുള്ള കാര്യം ഒരുപക്ഷെ മറന്നുപോയതായിരിക്കാം. എന്തായാലും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമൊന്നും സുരേഷ് ഗോപിയോടൊപ്പം വീടാന്തരം കയറി ഇറങ്ങി പ്രചാരണം നടത്താൻ കഴിയില്ലല്ലോ. അവർക്ക് കഴിയുന്നത് ഒരു ദിവസമോ മറ്റോ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കുകയോ റോഡ് ഷോ നടത്തുകയോ ഒക്കെയാണ്. വിവാഹത്തിൽ ക്ഷണിക്കപ്പെട്ട് എത്തിയ അതിഥികളിൽ പലരെയും അകത്തേക്ക് കടത്തിവിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. പലരും ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ ലൈവിൽ വന്ന് പറയുകയുമുണ്ടായി. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ക്ഷണിക്കപ്പെട്ട് എത്തിയവർ അകത്തേക്ക് കയറാൻ കഴിയാതെ അപമാനിതരായി പോകേണ്ടി വരുന്നത് ആരും സഹിക്കില്ല. ഒന്നുകിൽ അവരെ വിവാഹ സ്ഥലത്തേക്ക് ക്ഷണിക്കരുതായിരുന്നു. പ്രധാനമന്ത്രി വരുന്ന ചടങ്ങാണ്, അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നത് പ്രധാനമന്ത്രിയുടെ SPG ആണ്. അതുകൊണ്ട് നിങ്ങൾ വിവാഹ സൽക്കാരം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് വന്നാൽ മതി എന്നൊരു കുറിപ്പ് ക്ഷണക്കത്തിൽ ഉൾപ്പെടുത്തിയാൽ മതിയായിരുന്നു. വിവാഹ സൽക്കാരം നടന്നയിടത്തേക്ക് ക്ഷണപ്രകാരം മാധ്യമപ്രവർത്തകനായ ശ്രീകണ്ഠൻ നായരോടൊപ്പം എത്തിയ വ്യക്തിയും ലൈവിൽ വന്ന് തന്നെ അകത്തേക്ക് കടത്തിവിടാത്തതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു. സുരേഷ് ഗോപിയോടൊപ്പം നിന്ന് സെൽഫിയൊക്കെ എടുത്തെങ്കിലും ഭക്ഷണ ഹാളിനകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ തടഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂട്ടം കൂടി നിന്നവരോട് ഗോകുൽ സുരേഷ് കയർത്തു സംസാരിക്കുന്നതും വാർത്തയായിരുന്നു. ക്ഷണിക്കപ്പെട്ടവർ മാത്രം ഇവിടെ നിന്നാൽ മതിയെന്നും അല്ലാത്തവർ പെട്ടെന്ന് സ്ഥലം വിടണം എന്നുമായിരുന്നു ഗോകുൽ പറഞ്ഞത്. ഇത് ഡിജിറ്റൽ യുഗമാണെന്ന കാര്യം ഇവരൊക്കെ മറന്നു പോകുകയാണ് പലപ്പോഴും. ഈ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. ഒരു കണക്കിന് പലർക്കും ഇത് ആവശ്യമാണ്. ക്ഷണം കിട്ടിയവർക്ക് പോലും ചെന്ന് നാണം കിടേണ്ട അവസ്ഥയുണ്ടായപ്പോൾ ക്ഷണിക്കപ്പെടാത്തവരുടെ അവസ്ഥയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും പ്രതീക്ഷിച്ചതിൻ്റെ വിപരീതം ഈ വിവാഹത്തിലൂടെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം പറയുന്നത്. താഴേക്കിടയിലുള്ള പ്രവർത്തകരെ പിണക്കിയും അപമാനിച്ചും ഒരു നേതാക്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുറപ്പാണ്. അങ്ങനെ അല്ലാതിരിക്കണമെങ്കിൽ അന്തം കമ്മികളായിരിക്കണം. അവർക്ക് പിന്നെ ആട്ടും തുപ്പുമൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്തായാലും തൃശ്ശൂർ ഇത്തവണ ആരെടുക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.